ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ഡേ അറ്റ് കോളേജാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഇന്ന് ബസ്സിലാണ് പോകണതെന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് നിൽക്കുമല്ല പോയി വരികയാണ് ചെയ്യണത്. അപ്പം നമുക്ക് അന്ന് ഏതൊക്കെ സ്റ്റോപ്പിൽ ഇറങ്ങണമെന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ബസ്സിലാണ് പോകണത്. അപ്പോൾ ഞാൻ അമ്മയായിട്ടാണ് ഇന്ന് പോകുന്നത്. ഇന്ന് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. അപ്പം ഇന്ന് നമുക്ക് കോളേജിൽ പോകുന്ന വീഡിയോ ആയിരിക്കും. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ, എന്തായാലും ഇന്ന് അതായിരിക്കും. ആൻഡ് ഇന്ന് നമ്മുടെ കോളേജിൽ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഡയറക്ടർ, തുടരും സിനിമയിലെ ഡയറക്ടർ തരൺമൂർത്തിയൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ ഫുൾ വീഡിയോ കാണുക. ആൻഡ് അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ബസ്സിൽ ചെന്ന് സംഭവങ്ങളൊക്കെ കാണുക. പാടിപ്പാടാനെഴുതാനും മണിയാമ്പാറ കവിയോ തോട്ടഭാഗം ചെറിയുവേലു കുമ്പനാട് പുല്ലാട് വഴി കോഴഞ്ചേരി. അങ്ങനെ നമ്മള് പെരുന്ന ബസ് സ്റ്റാൻഡിൽ എത്തുക. അവിടുന്ന് നമ്മള് കൈതവനേന്ന് ചങ്ങനാശ്ശേരി ബസ് കയറി പെരുന്നാൾ ഇറങ്ങി. ഇനി അവിടുന്ന് കുരിശുമൂട് ബസ്സിൽ കയറിയിരിക്കും. ഇനി അവിടെ നമുക്ക് നമ്മുടെ കോളേജിന് വാതിക്ക് എത്തും. എന്നിട്ട് ഇപ്പൊ ബസ് കാര്യമില്ല, ബസ് എടുത്ത് നമ്മൾ കോളേജിന്റെ വാതിക്ക് ഇറക്കും. എന്നിട്ട് അവിടെ ചെന്നിട്ട് കാണിക്കാം. നമ്മൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ താമസിച്ചെടുക്കത്തുള്ളൂ ബസ്. നമുക്ക് 9 മണിക്ക് എത്തണം. 9:30 പ്രോഗ്രാം. അപ്പോൾ നമ്മൾ വേറെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുക. ഗൈസ്, നമ്മൾ കോളേജ് എത്തിയിട്ടുണ്ട്. ഇതമ്മ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ കോളേജ് എത്തിയിട്ടുണ്ട്. സെൻറ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ് ഞാൻ. മീഡിയ വില്ലേജ് എന്നും പറയാം. അങ്ങനെ നമുക്ക് ഇന്ന് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെ തന്നെ MV സിനിമാസ് എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ഉണ്ട്, ലൈക്ക് ഇതുണ്ട് അവിടെ കോളേജിൽ തന്നെ. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്ന് അന്ന് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ പരിചയപ്പെട്ടാണ് ഇവരെ. അങ്ങനെ അവരൊക്കെ വന്ന് ഞങ്ങൾ തിയേറ്ററിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ ഇന്ന് തരുമൂർത്തി സാറല്ലേ വരുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും ഒക്കെ സാറ് തുടരും ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും തരുമൂർത്തി സാറിൻ്റെ നേരത്തെ 2 മൂവീസ് ചെയ്തിട്ടുണ്ടായത്, സൗദി വെള്ളക്കയും പിന്നെ നമ്മുടെ ഓപ്പറേഷൻ ജാവ. പിന്നെ അവിടുത്തെ കുറച്ച് പഠിച്ചിറങ്ങി ഇപ്പോൾ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും അങ്ങനെ കുറേ സംഭവം ചേട്ടന്മാരുടെയും ചേച്ചിയുടെയൊക്കെ ഫോട്ടോസും സംഭവങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ഫൈനലി തരുമൂർത്തി സാർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ എണീച്ച് വെൽക്കം ചെയ്തു. അത് കഴിഞ്ഞ് അവർ സ്റ്റേജിൽ കയറി ഇരുന്നു. പിന്നെ മറ്റേ ഇനാഗ്രേഷൻ്റെ മറ്റേ വിളക്കൊക്കെ കൊളുത്തത്തിലെ ആ സംഭവമൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ സാറിൻ്റെ കുറേ എക്സ്പീരിയൻസ്, സ്ട്രഗിൾസ്, അതായത് സാർ എങ്ങനെ ഈ ഒരു ഡയറക്ടർ ആ ഒരു പൊസിഷനിലെത്തി, അങ്ങനെ സാറിന് കുറേ നല്ല കാര്യങ്ങളും കുറേ സ്ട്രഗിൾസും അങ്ങനെ കുറേ സ്റ്റോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ അത് നമ്മുടെ സാറിന് ലൈക്ക് ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ആവുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും അവരെങ്ങനെ ഈ ഒരു ഫീൽഡിലോട്ട് എത്തുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവിടുത്തെ സീനിയറായ ചേച്ചിയും ചേട്ടനും പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ അതായത് പിയാനോ, ഗിറ്റാർ അതൊക്കെ വായിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ മ്യൂസിക് പിന്നെ അവിടെ പഠിപ്പിക്കുന്ന ഒരു മിസ്, അതായത് നിസ മിസ്, ആർട്ട് ഓഫ് സ്റ്റോറീസ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന കോഴ്സ് പഠിപ്പിക്കുന്ന നിസ മിസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ലൈക്ക് നിസ മിസ് കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അതൊക്കെ കേട്ടോണ്ടിരുന്നപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ആക്കിയ പ്രോഗ്രാം കഴിഞ്ഞു. അങ്ങനെ തരുമൂർത്തി സാറൊക്കെ പോവാറായി. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങി.
പിന്നെ എല്ലാവരും തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാനും 2 ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഇത് വേണമെങ്കിൽ എൻ്റെ ഷോർട്സിൽ പോയി നിങ്ങൾ കണ്ടാൽ മതി. അതിൻ്റെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കറിയാം നമ്മുടെ ഒരു കസിനുണ്ട്, അങ്ങനെ അവിടെ പഠിപ്പിക്കുന്ന മിസ്സാണ്. അങ്ങനെ അത് ആശാ മിസ്, നമ്മൾ എന്നിട്ട് ആശാ മിസ്സിനൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കണത് ഫസ്റ്റ് സെമ്മിൻ്റെ ഫീ അടയ്ക്കാനുണ്ടെന്ന്. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് ഇനി പോയിട്ട് വരാൻ ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ അടച്ചു. അതെപ്പോഴാണ് നമ്മൾ ഗേറ്റിൽ നിന്നൊക്കെ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആലോചിച്ചു. പിന്നെ നമ്മൾ രണ്ടാമത് കയറി, അങ്ങനെ അതൊക്കെ അടച്ചത്. അങ്ങനെ ഇതാണ് നമ്മുടെ കോളേജിലകത്ത് സ്റ്റേജൊക്കെ. നമ്മുടെ കോളേജിൻ്റെ അകത്തുള്ള ഒരു വ്യൂ ആണ്. സ്റ്റേജൊക്കെ ഇവിടെയാണ് ഉള്ളത്. നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ പോകാം നമുക്ക്. അങ്ങനെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ ഫുഡ് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളെന്നെ പുറത്തേക്ക് ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 3ാമത്തെ വട്ടമാണ് കോളേജിൽ വരുന്നത്. ആൻഡ് ഇത് ഫസ്റ്റ് ഡേ അറ്റ് കോളേജാണ്. ഇത് മുന്നേ നമുക്കൊരു ഇൻ്റർവ്യൂ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് നമ്മുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണല്ലോ പാരൻസൊക്കെ ആയിട്ട്. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് കോളേജിൽ വരണം. സോ ഇനിയും അങ്ങോട്ട് വ്ളോഗ് ഉണ്ടായിരിക്കും, കോളേജ് വ്ളോഗ് ഉണ്ടായിരിക്കും. സോ സ്റ്റേ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ആൻഡ് നമുക്കിന്ന് ഡയറക്ടർ തരുൺമൂർത്തി കോളേജ് ഇനാഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ക് ഞാൻ ഇവിടെ ആഡ് ആക്കിയേക്കാം. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ വേറൊരു ഹോട്ടലിലാണ് വന്നിട്ടുണ്ടായെന്ന് വെച്ചാൽ അവിടെ നമ്മൾ പ്ലെയിൻ റൈസ് ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ബിരിയാണി റൈസൊക്കെ ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും ഇല്ലായെന്നും തോന്നുന്നു. റൈസിന് നമുക്ക് ഇവിടെ നിന്ന് ചങ്ങനാശ്ശേരി സ്റ്റാൻഡിലോട്ട് കിടക്കണം, കുറച്ച് ദൂരമുണ്ട്. ഒന്നാമത് ഫുഡ് കഴിച്ചുകൊണ്ട് വയറ് നിറഞ്ഞ് എനിക്ക് വയ്യ നടക്കാൻ. സോ ഇന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മൾ 2-3 ബസ്സൊക്കെ കയറിയിട്ട് നമ്മൾ ആലപ്പുഴയിൽ എത്തിയത്. മൊത്തത്തിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. നമുക്ക് കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ, തിരക്കും കാര്യമൊക്കെ ആയിപ്പോയി. പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം കൊണ്ട് പിന്നെ ഞാൻ വീടൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ എത്തി. അതിൻ്റെ പോയ കോലവും വന്ന കോലവും കണ്ടു. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ.